നിള കേരളക്കരയെ ഇത്രമേൽ ഹരിതാഭമാക്കിയതിൽ പുഴകൾക്കുള്ള പങ്ക് ചെറുതല്ല. കാനനത്തിൻ്റെ ഇരുളും തണുപ്പും പേറി സഹ്യൻ്റെ ചെരുവുകളിലൂടെ മലയാളികളുടെ മനസ്സിലേക്കാണ് പുഴകൾ എക്കാലവും ഒഴുകിയത്. വള്ളുവനാടിൻ്റെ യശസ്സും പ്രൗഢിയുമായിരുന്നു ഒരു കാലത്ത് ഭാരതപ്പുഴ. ഒരു ജനതയുടെ സംസ്കാരത്തിൻ്റെ, കലകളുടെ ഈറ്റില്ലം. അതിലുപരി സങ്കീർണവും ചലനാത്മകവുമായ ഒരു ആവാസ വ്യവസ്ഥ. എഴുത്തുകാരും പാട്ടുകാരുമൊക്കെയായി ഒരുപാട് കലാകാരന്മാർ നിളയുടെ മണ്ണിൽ ഉരുവം കൊണ്ടു. പുള്ളുവൻ പാട്ട്, കഥകളി, സോപാന സംഗീതം, അങ്ങനെ അനവധി കലാരൂപങ്ങൾക്കും നിളയുടെ തീരം വളമുട്ടി. കേരളത്തിലെ രണ്ടാമത്തെ വലിയ നദിയാണ് പുരാണ കഥകളിൽ പേരാർ എന്നുകൂടെ അറിയപ്പെടുന്ന ഭാരതപ്പുഴ. പശ്ചിമഘട്ട മലനിരയിലെ ആനമലയിൽ നിന്നും ഉത്ഭവിക്കുന്ന ഭാരതപ്പുഴ പാലക്കാട്, മലപ്പുറം, തൃശൂർ എന്നീ ജില്ലകളിലൂടെ ഒഴുകി പൊന്നാനിയിൽ വച്ച് അറബിക്കടലിൽ പതിക്കുന്നു. ഒരു കാലത്ത് ആരെയും മോഹിപ്പിക്കുന്ന വശ്യ സൗന്ദര്യവുമായി ഒഴുകിയ നിള ഇന്ന് പഴയ പ്രഭാവമെല്ലാം നഷ്ടപ്പെട്ട് ഒരു കണ്ണീർ ചാലുപോലെയായി മാറിയിരിക്കുന്നു. നഗ്നമായ നിയമലംഘനമാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. നദീ സംരക്ഷണ മണൽവാരൽ നിയമത്തിൽ വ്യക്തമായി പറയുന്നുണ്ട്, പുഴയിലേക്ക് ഡീസൽ വാഹനങ്ങളോ അല്ലെങ്കിൽ മോട്ടോർ വാഹനങ്ങളോ പ്രവേശിക്കരുത് എന്ന്. ഇവിടെ ഒരു ദിവസം 35-40 ലോഡോളം കയറ്റിയിറക്കുന്നതിന് വേണ്ടിയിട്ട് ടോറസ് വണ്ടികളാണ് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. 2 JCBകൾ നിരന്തരം മണ്ണ് കോരി, വെള്ളത്തിൽ നിന്ന് മണ്ണ് കോരി ടോറസ് വാഹനത്തിൽ നിറച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് 8 മാസം അല്ലെങ്കിൽ ഒരു വർഷത്തിന് താഴെയായി ഈ പ്രക്രിയ തുടങ്ങിയിട്ട്. ഓരോ ദിവസവും ഇതിൻ്റെ കാലാവധി തീരുമ്പോൾ വീണ്ടും നീട്ടിക്കൊടുക്കുകയാണ്. ഇവിടെ മണൽ എടുത്തു കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിട്ട് വീണ്ടും നീട്ടിക്കൊണ്ടിരിക്കുക. 56,000 കുബിക് മീറ്റർ മണലെടുക്കാൻ പറഞ്ഞിട്ട് ഇപ്പോൾ ഏകദേശം 1,00,000-ലധികം കുബിക് മീറ്റർ മണലെടുത്ത് മാറ്റിക്കഴിഞ്ഞു. ഇനിയും അവർ പറയുന്ന 56,000 കുബിക് മീറ്റർ തികഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിട്ടാണ് വീണ്ടും ഇതിൻ്റെ മണലെടുപ്പ് എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ വാഹനങ്ങൾ പോകുമ്പോഴുള്ള അത് POL, പെട്രോൾ, ഓയിൽ, ലൂബ്രിക്കൻസ് എല്ലാം തന്നെ ഇറ്റി വീണ് ഈ പുഴ മലിനപ്പെടുകയാണ്. ഈ പുഴയിലെ വെള്ളത്തിൽ നിന്നാണ് ഈ പ്രദേശത്ത് ജനങ്ങൾ കുടിക്കുന്നത്. യാതൊരുവിധ ശുചീകരണ പ്രക്രിയയോ ശാസ്ത്രീയമായിട്ടുള്ള ശുചീകരണ പ്രക്രിയയോ നടക്കാത്ത നേരിട്ടാണ് ഈ വെള്ളം അല്പം ക്ലോറിൻ പൗഡർ കലർത്തിക്കാഞ്ഞ് പൊതുജനങ്ങൾ ഉപയോഗിക്കുന്നത്. പാലങ്ങളിൽ നിന്ന് 500 മീറ്റർ മാറിയിട്ടേ മണലെടുക്കാവൂ എന്ന് നിയമം പറയുന്നുണ്ട്. ഈ റെഗുലേറ്ററിനോട് ചേർന്ന് അല്ലെങ്കിൽ ഇതിനോട് ചേർന്നിട്ട് തന്നെയാണ് മണലെടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ റെഗുലേറ്ററിൻ്റെ അടിത്തട്ടിൻ്റെയൊക്കെ ബലക്ഷമത ഇനി വീണ്ടും പരിശോധിക്കേണ്ടിയിരിക്കുന്നു. മാത്രമല്ല, ഇവിടെ നമുക്ക് സമീപത്ത് തന്നെ ഒരു ജലസേചന പദ്ധതിയുണ്ട്, കുടിവെള്ള പദ്ധതിയുണ്ട്. അതേപോലെ തന്നെ കൃഷിക്ക് വേണ്ടി ജലം എടുക്കുന്ന പദ്ധതിയുണ്ട്. ഇതിൻ്റെ ഒന്നും തന്നെ 500 മീറ്റർ എന്നുള്ള ദൂരഘടന ഇവിടെ പാലിച്ചിട്ടില്ല. അപ്പം നമ്മുടെ ഉണ്ടാക്കുന്ന നിയമങ്ങൾ നമ്മൾ തന്നെ ലംഘിച്ചുകൊണ്ട് ഇത് കുത്തകൾക്ക് വേണ്ടി അല്ലെങ്കിൽ കോൺട്രാക്ടറിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ രാഷ്ട്രീയ മേലാളന്മാർക്ക് വേണ്ടി അല്ലെങ്കിൽ ഉദ്യോഗസ്ഥ മേലാളന്മാർക്ക് സമ്പത്ത് സ്വരൂപിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രക്രിയയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് കേരളത്തിൽ നടക്കുന്നു, അതും ഭാരതപ്പുഴയിൽ നടക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ ഓരോ പൗരനെയും ഓരോ കേരളീയനെയും ഞെട്ടിക്കുന്നതാണ്. കാരണം ഭാരതപ്പുഴ എന്നുള്ളത് നമ്മുടെ സംസ്കൃതിയുടെ ഭാഗമാണ്, നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. നമ്മൾ പൈതൃകമായിട്ട് തന്നെ അംഗീകരിച്ച് പോഷിപ്പിച്ചു വരുന്ന ഒരു നദിയാണ്. ഈ നദിയുടെ ഈ മാറിൽ ഒരു 3 മീറ്ററിലധികം താഴ്ത്തിയിട്ടാണ് ഇവിടെ മണലെടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് ഇനിയും എത്ര കാലം ഈ ഭാരതപ്പുഴ താങ്ങാൻ പറ്റും എന്ന് ദുഃഖത്തിലാണ് ഞങ്ങൾ. ഇത് 2018 മുമ്പ് ഇവിടെ അടിഞ്ഞുകൂടിയ അല്ലെങ്കിൽ ആ പ്രളയത്തിന് മുമ്പ് അടിഞ്ഞുകൂടിയ ചെളി നീക്കം ചെയ്യുന്നതാണ് പറയുന്നത്. ഇവിടെ ഒന്നും ഒരു ഇഞ്ചി ചെളി പോലും കാണാനില്ല. ശരിയായ പൂഴിയാണ് എടുത്തു കൊണ്ടുവന്നത്.
ആ പൂഴി കൊണ്ടുപോയിട്ട് വിൽക്കുകയാണ്. ചെളി എന്ന രീതിയിൽ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് ഓപ്ഷൻ ചെയ്തെടുത്തിട്ട് പിന്നെ നല്ല പഞ്ചാര മണലാണ് വിൽപ്പന നടത്തുന്നത്. അപ്പോൾ ഇതിനൊക്കെ ജനങ്ങൾ ഇളകേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. നമുക്ക് അതിൻ്റെ എല്ലാ കാര്യത്തിലേക്കും നമുക്ക് വീണ്ടും പ്രക്ഷോഭങ്ങളിലേക്ക് നീങ്ങേണ്ടതുണ്ട്. ഈ പുഴ ഇങ്ങനെ ആഴമായി, കണ്ടില്ലേ? ഈ പുഴ ഇങ്ങനെ ആഴമായി, ഇനിയും കുണ്ടാക്കണം എന്നാ പറയണത്. ഇപ്പൊ തന്നെ പുഴ ഒഴുകുന്നില്ല. ദാ എൻ്റെ പിറകിൽ കാണാം, ഇതൊന്നും പുഴ ഒഴുകുന്നില്ല. കാരണം ഡാമുകൾ ഇപ്പോൾ ആഴം കൂട്ടിയിട്ടാണ് പണിയണത്. താഴ്ത്തി പണിയാ, മണൽ നീക്കി താഴ്ത്തി പണിതിട്ട് അതിനോടൊപ്പമുള്ള മണലിപ്പോൾ കംപ്ലീറ്റ് എടുക്കുന്നൊരവസ്ഥയിലേക്ക് എത്തിക്കാം. അതാണ് ഇപ്പോൾ ചെയ്യുന്നത്. അതുകൊണ്ട് ഈ മണൽക്കൊള്ള അവസാനിക്കാൻ വേണ്ടി നദീ സംരക്ഷണ പ്രവർത്തകർ, ഞാൻ ഉൾപ്പെടെ അതിൽ ഇടപെടുകയും പരാതികളും അതുപോലെ സമരങ്ങളും നടത്തി. എന്നിട്ടും സർക്കാരിനൊരു കുലുക്കമില്ല, ഉദ്യോഗസ്ഥർക്കുമില്ല. അവർക്ക് ഇവിടുത്തെ പുഴയിലെ വെള്ളമല്ല ആവശ്യം, ഞങ്ങളുടെ കുടിവെള്ള പദ്ധതികളായ ഈ ഭാരതപ്പുഴയല്ല അവർക്ക് ആവശ്യം, അവർക്ക് മണലാണ് ആവശ്യം. എന്നിട്ട് ഈ മണൽ കൊണ്ടുപോയി അത് മറിച്ച് കച്ചവടം ചെയ്ത് ഇവർ ചെയ്യുന്നതോ മന്ത്രിമന്ദിരങ്ങൾ മോടി പിടിപ്പിക്കുക, അനാവശ്യ ദൂർത്തിനു വേണ്ടി പണം ഉപയോഗിക്കുന്നു. ഇവിടുത്തെ ഈ ഭാരതപ്പുഴയിലെ ഈ മണലാണ് വാട്ടർ ബെഡ് എന്ന് പറയുന്നത്. ഇതാണ് വെള്ളം ശുദ്ധീകരിക്കാനുള്ള ആകെ ഒരു മാർഗമുള്ളത്. അത് ഇന്ന് ഇല്ലാത്ത അവസ്ഥയായി. അപ്പോൾ ഇതൊരു പുഴയായിരുന്നു, നല്ല പുഴയായിരുന്നു. ആ പുഴ എത്രയോ ഷൂട്ടിങ്ങുകൾ വരെ ഈ ഭാരതപ്പുഴയിൽ പങ്കുവെച്ചിട്ടുള്ളതാണ്, സിനിമാ ഷൂട്ടിങ്ങുകൾ. മുറപ്പെണ്ണ് ഉൾപ്പെടെ അന്നറിയാം മണൽ. ഇവിടെ ഒരു കാലത്ത് ഞങ്ങൾ ഈ പുഴയിൽ നിന്ന് പുഴ വഴി ചെറുതുരുത്തിൽ നിന്ന് ഷൊർണൂർക്ക് അക്കരെ കിടക്കും, അക്കരയിൽ ഇക്കരയും കിടക്കും. അന്നൊന്നും അപകടം പരിത്തിരുന്നില്ല. എന്നാൽ ഇന്ന് മണലെടുത്ത് കുഴികളാണ്, വൻ കുഴികളായി മാറിക്കഴിഞ്ഞു. അപ്പോൾ ഇതിനൊക്കെ ഉത്തരവാദികൾ ഗവൺമെൻറ്റാണ്. ഗവൺമെൻറ് ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കുന്നില്ല. അതുകൊണ്ട് വളരെയധികം പ്രതിഷേധമുണ്ട്. സർക്കാരിനോട് പറയാനുള്ളത്, ഈ പുഴയെ ഒന്ന് രക്ഷിക്കാൻ നിങ്ങൾ ഇനിയെങ്കിലും മടി കാണിക്കരുതേ എന്നൊരു അപേക്ഷയാണ് എനിക്ക് സർക്കാരിനോട് അഭ്യർത്ഥിക്കാനുള്ളത്. എവിടെ വെച്ചാണ് നിള മരിക്കാൻ തുടങ്ങിയതെന്ന് ചോദിച്ചാൽ, എവിടെ വെച്ചാണോ മനുഷ്യൻ തൻ്റെ അത്യാർത്തിയുടെ കരങ്ങൾ പുഴയ്ക്കുമേൽ വച്ചത് അവിടെ വച്ചെന്ന് പറയേണ്ടി വരും. ഭാരതപ്പുഴയിൽ ഈ അടുത്ത കാലത്ത് വരെ, എന്ന് വെച്ചാൽ കൃത്യമായി പറഞ്ഞാൽ 2018-19 ഉണ്ടാകുന്ന പ്രളയം വരെ, പോരാൻ മണലൊന്നുമില്ലാത്ത തരത്തിൽ എല്ലാം കോരിയെടുത്ത് കഴിഞ്ഞ് നശിപ്പിക്കപ്പെട്ട അല്ലെങ്കിൽ മരിച്ചു കഴിഞ്ഞൊരു ഭാരതപ്പുഴയായിരുന്നു. ആ സമയങ്ങളിൽ ഭാരതപ്പുഴ ഏറ്റുവാങ്ങിയിരുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, പുഴയിലേക്കുള്ള മലിനീകരണങ്ങൾ, ഗ്രാമപ്രദേശങ്ങളിലും ടൗണുകളിലും കേന്ദ്രീകരിച്ചുകൊണ്ട് എല്ലാ മാലിന്യങ്ങളും നിക്ഷേപിക്കുന്ന ഇടം എന്നുള്ള നിലക്കുള്ള മലിനീകരണം. പിന്നെ മറ്റൊന്നുണ്ടായിരുന്നത്, പുഴവക്കിലുണ്ടായിരുന്ന ഇടങ്ങളെല്ലാം തന്നെ കയ്യേറ്റം നടത്തുക എന്ന വലിയ തെറ്റായൊരു പ്രവണതയും സമഗ്രമായി ഭാരതപ്പുഴയുടെ തീരങ്ങളിൽ കണ്ടിരുന്നു. എന്നാൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിക്കൊണ്ടാണ് നമ്മുടെ പ്രളയത്തിന്റെ ഭാഗമായി പുഴയിൽ വന്നടിഞ്ഞ, അല്ലെങ്കിൽ അങ്ങിങ്ങായി മണൽ കൊള്ളക്കാർക്ക് കിട്ടാണ്ടിരുന്ന മണലുകൾ ഒരു ഭാഗത്ത് ഒത്തുചേരുകയും അത് പഴയ പഞ്ചാര മണലിന്റെ രൂപം പ്രാപിക്കുകയും ചെയ്തപ്പോൾ അത് എങ്ങനെയെങ്കിലും എടുത്ത് പുഴയെ നശിപ്പിച്ച് പുഴയെ വിറ്റ് കാശുണ്ടാക്കണമെന്ന് വിചാരിക്കുന്ന മാഫിയകളുടെ ആഗ്രഹത്തിന്റെ ഭാഗമായാണ് തടയണകളുടെ സൈഡിലും തുരുത്തുകളിലുമെല്ലാം വന്നുകൂടിയ പഞ്ചാരമണൽ എടുക്കാനുള്ള തീരുമാനം ഇത്തരം മാഫിയകൾ എടുക്കുന്നത്. അവർക്ക് വേണ്ട സപ്പോർട്ട് നൽകുവാൻ വേണ്ടി ചില കുൽസിതരായ എഞ്ചിനീയർമാരും ഉണ്ടായിരുന്നു. അവർ പറഞ്ഞത് ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ മുഖം പറഞ്ഞുകൊണ്ടാണ്, ദുരന്ത നിവാരണത്തിന്റെ കാരണം പറഞ്ഞുകൊണ്ടാണ് അവരെന്തിലേക്ക് വന്നത്, ഇത്തരത്തിൽ കൂടിയ മണലുകൾ പുഴയുടെ സാന്ദ്രതയ്ക്ക് കുറവ് വരുത്തുമെന്നും വെള്ളമൊഴുക്കിനെ തടയുമെന്നെല്ലാം തെറ്റായ തരത്തിൽ വ്യാഖ്യാനിച്ചുകൊണ്ടാണ് അവർ എന്ത് ചെയ്തത്, ദുരന്ത നിവാരണത്തിന്റെ പേരിൽ ഗവൺമെന്റ് തലത്തിൽ മണലെടുക്കാനുള്ള തീരുമാനം ഉണ്ടാക്കിയെടുത്തത്. ആ തീരുമാനത്തിന്റെ ഭാഗമായിട്ട് തന്നെയാണ് വെള്ളിയാങ്കല്ലിലും അതുപോലെ തന്നെ നമ്മുടെ ചെങ്ങളാങ്കുന്നിലും ഷൊർണൂർ തടയിലുമെല്ലാം തന്നെ ദിവസം
ടൺ കണക്കിന് മണലുകൾ ഊറ്റിക്കൊണ്ടുപോവുകയാണ്. കഴിഞ്ഞ പ്രളയകാലങ്ങൾ പുഴകൾക്ക് വീണ്ടെടുപ്പിന്റെ കാലം കൂടിയായിരുന്നു. പുഴ മനുഷ്യൻ തനിക്കുമേൽ കെട്ടിപ്പടുത്ത അതിർവരമ്പുകൾ ഭേദിച്ച് പ്രകൃതി അനുവദിച്ചു തന്ന തന്റേതായ ഇടങ്ങളെ തിരിച്ചുപിടിച്ചു. പുഴയിലും തീരങ്ങളിലുമായി മണൽ നിക്ഷേപം നടന്നു. ഇതോടെ മണലെടുപ്പ് വീണ്ടും ശക്തമായിരിക്കുകയാണ്. അമിതമായ മണലെടുപ്പ് തീരങ്ങളുടെ നാശത്തിനും ഭൂഗർഭജല ലഭ്യതക്കുറവിനും വരൾച്ചയ്ക്കും കാരണമാകുന്നു എന്ന് ഇനി എന്നാണ് നാം തിരിച്ചറിയുക? വണ്ടികൾ പുഴയിൽ ഇറക്കാൻ പാടില്ല എന്ന് പറഞ്ഞത് 2 ഇട്ടാച്ച് ഡെയിലി 8 മാസത്തോളമായി 2 ഇട്ടാച്ച് പുഴയിൽ ഒരു 10-12 ലോറികളുണ്ടാവും. ഇന്നിപ്പോൾ 6 ഉണ്ട്, ഇന്നലെ 6 ഉണ്ട്. ഡെയിലി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പാർട്ടിക്കാരായാലും ആര് വന്നിട്ടും ഒന്നും ഒരു പ്രവർത്തനമില്ല. കുറേ പരിസ്ഥിതിക്കാർ വന്നിട്ട് പോയി. അവരിന്ന് വരും നാളെ വരും പോവും. വന്നാൽ മുതലാളി പറയുന്നത് കേൾക്കണവരുള്ളൂ. ഇവിടെ 1062 100 ചില്ല യൂണിയൻകാർക്കും കൂടി പണിയില്ലാതെയാണ് ഇവിടെ. വെറും എല്ലാ ഓർഡർ ഉണ്ടെന്ന് പറയുന്നുണ്ട്. പഴയ മുന്നൊക്കെ പാസ് കോരുന്ന സമയത്ത് റോട്ടിൽ നിർത്തി വണ്ടി കയറ്റാനാണ് പറഞ്ഞിരുന്നത്. പുഴയിൽ വണ്ടി ഇറക്കാൻ പാടില്ല. അപ്പോൾ ആ നിയമമൊക്കെ ലംഘിച്ചിട്ടാണ് ഈ പരിപാടി ഇവിടെ. എന്താണ് നാട്ടുകാർ കാണുന്നുണ്ടോ? ഇത്രയും ജനങ്ങളില്ലേ ഇവിടെ? ഇതാർക്കും നിർത്താൻ പറ്റാത്ത സൂക്കടാണോ? ഭാരതപ്പുഴയിൽ 3 കടവാണ് ഗവൺമെൻറ് മണൽ ലേലത്തിന് കൊടുത്തത്. അതിൽ വെള്ളിയാങ്കല്ല് കടവ് ഞങ്ങളുടെ ഈ ഗ്രൂപ്പ് വിവരാവകാശം പിന്നെ പരാതികൾ ഒക്കെ കൊടുത്ത് ഒക്കെ സർക്കാരിന് മേലുദ്യോഗസ്ഥന്മാരെ കാര്യങ്ങൾ അറിയിച്ചപ്പോൾ അത് ക്യാൻസലാക്കി. അവിടുന്ന് വെള്ളിയാങ്കല്ലിൽ നിന്ന് മണലെടുക്കാനുള്ളത് എന്താ വെച്ചാൽ ഡാമിൻ്റെ അടുത്ത് കുറച്ച് മണലൊരു ചുഴി പോലെ വന്ന് എടുക്കുന്നുണ്ട്. ആ മണൽ 10 കോടിക്ക് ചോട അവർ മണലെടുക്കാൻ കൊടുത്തിരുന്നു. അത് ഞങ്ങൾ ഭാരതപ്പുഴ കമ്മീഷന് പരാതികൾ വിവരാവകാശം അതൊക്കെ എടുത്ത് നോക്കിയിട്ട് അതിനെ വേണ്ട ഉദ്യോഗസ്ഥന്മാർക്ക് പരാതികൾ കൊടുത്തപ്പോൾ അത് ക്യാൻസലാക്കി. പുഴയിലെ വെള്ളത്തിൻ്റെ ലെവൽ താണു കഴിഞ്ഞാൽ പുഴയിലെ വെള്ളം താഴുകയല്ല, അത് താണു അയ്യോ പുഴ പറ്റി എന്ന് പറയുമ്പോൾ പുഴ മാത്രമല്ല പറ്റുന്നത്, ഒരു നാട് മുഴുവൻ പറ്റുകയാണ്. നാട്ടിൻ്റെ ചുറ്റുമുള്ള ആ പുഴയുടെ ചുറ്റുമുള്ള പ്രദേശത്തെ കിണറുകളിലെയും കുളങ്ങളിലെയും എല്ലാം വെള്ളം പറ്റുകയാണ്. അതുകൊണ്ട് നാട്ടിലത്തെ ജലലഭ്യത കുറയാതെ നിലനിർത്തണമെങ്കിൽ പുഴയിലെ വെള്ളത്തിൻ്റെ ലെവല് അതിൻ്റെ വിധാനം എപ്പോഴും പൊങ്ങി നിൽക്കണം. ഇതിനെ പൊങ്ങി നിർത്താൻ സഹായിക്കുന്ന ഏറ്റവും വലിയൊരു ഘടകമാണ് മണൽ. മണലെടുക്കുന്നതോട് കൂടിയിട്ട് ഈ മണൽ നമ്മളുടെ പുഴയിലത്തെ ഈ ഒഴുക്കിനെ നിയന്ത്രിച്ച് കൂടുതൽ നേരം അത് നിലനിർത്തി ചുറ്റുപാടും എല്ലാ ഭാഗത്തേക്കും കിനിവുണ്ടാക്കുന്നുണ്ട്. മണൽ ഇല്ലാതായി കഴിഞ്ഞാൽ ഈ വെള്ളം അടിയിലേക്ക് പോകുന്നതിനും ചുറ്റുപാടുമുള്ള കിനിവ് നിലനിർത്തുന്നതിനും സാധിക്കാതെയാവും. ഭാരതപ്പുഴയിൽ പല സ്ഥലത്തും മണലെടുത്തിരിക്കുന്നു, മണൽ നിശേഷം മാറ്റിയിരിക്കുന്നു. അതിൻ്റെ ഫലമായി ഈ പുഴയുടെ മണൽ പുഴ മിക്കവാറും പുഴയില്ലാതായിരിക്കുന്നു. അപ്പോൾ ആളുകൾ പറയുന്നത് ഈ കെട്ടിട നിർമ്മാണം ഇതൊക്കെയാണ്. ഇപ്പോൾ വിയറ്റ്നാം, കംബോഡിയ എന്നീ രാജ്യങ്ങളിൽ 750 സ്ക്വയർ അടിയുടെ മീതെ ഉള്ളൊരു വീട് അനുവദിക്കില്ല. കാരണം ഇതിൻ്റെയൊക്കെ നിർമ്മിതിക്ക് ഉപയോഗിക്കുന്നത് പല കാലത്തേക്ക് ജനങ്ങൾക്ക് ആവശ്യമായ പൊതുസമ്പത്താണ്. അതിങ്ങനെ 2-3 ആളുകൾക്ക് വേണ്ടി 10,000-കണക്കിലും 10,000-കണക്കിലുമൊക്കെ വിസ്തീർണമുള്ള ഈ കെട്ടിടം പണിയുന്നതിനും മറ്റു പലതിനുമായി ഇന്ന് ചിലവാക്കപ്പെടുന്നു. അതിന് നിയന്ത്രണം വേണ്ടി വരും. നമ്മൾ മുമ്പ് കണ്ട പുഴ ഇപ്പൊ ഇല്ല. നമ്മളിപ്പോ കാണുന്നത് പുഴയുടെ ഒരു നാശാവശിഷ്ടം മാത്രം.
ജീവനുള്ള, സൗന്ദര്യമുള്ള, ഓജസ്സുള്ള പുഴ നമ്മുടെ കൺമുന്നിൽ മറഞ്ഞു കഴിഞ്ഞു. ആ വിധത്തിൽ പുഴയെ നമ്മള് ക്രൂരമായി ചൂഷണം ചെയ്ത് ആ പുഴയുടെ ഭൗതിക രൂപം പോലും ഇപ്പോ ഇല്ലാത്തൊരവസ്ഥയിലാണ്. നമ്മൾ പോയി ചെന്ന് നോക്കിയാൽ കാണുന്നത് പുഴ ഒഴുകിയിരുന്ന ഒരു സ്ഥലത്ത് പൊന്തക്കാടുകളും അഴുക്കുകളും കയ്യേറ്റം ചെയ്യപ്പെട്ട കുറെ സ്ഥലങ്ങളും ഒക്കെയുമായി ഒരു വലിയ വന്യ പ്രദേശമാണ്. ഇവിടെ മഴ പെയ്യുമ്പോൾ വെള്ളം പാഞ്ഞൊഴുകും എന്നതൊഴിച്ചാൽ ഒരു പുഴ അതിന്റെ സകല സൗന്ദര്യങ്ങളോടും ഓജസ്സോടും കൂടി ഒഴുകിയിരുന്ന ഒരു സ്ഥലത്ത് ചെന്നാൽ നമ്മൾ കാണുന്നത് പുഴയുടെ ഒരു പ്രേത രൂപം മാത്രമാണ്. പുഴകളെ തൻ്റെ നിലനിൽപ്പിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഭാഗമായി കണ്ട ഒരു തലമുറ ഇന്നില്ല. പുഴകൾക്കും കാടിനും വേണ്ടി ശബ്ദിക്കുന്ന ന്യൂനപക്ഷത്തിന് എത്ര കാലം വികസനത്തിൻ്റെ പേര് പറഞ്ഞ് വിഭവങ്ങളെ അമിതമായി ചൂഷണം ചെയ്യുന്ന ഭൂരിപക്ഷത്തോട് പിടിച്ചു നിൽക്കാനാകും? ചിലരെങ്കിലും നിളയുടെ അകാല മരണത്തെക്കുറിച്ച് നേരത്തെ തന്നെ ആകുലരായിരുന്നു. അമ്പ പേരാറെ നീ മാറിപ്പോമോ ആകുലയാമൊരഴുക്കുചാലായി എന്ന് കുറ്റിപ്പുറം പാലത്തിന് മുകളിൽ നിന്നുകൊണ്ട് നിളയെ നോക്കി പാടുമ്പോൾ നീരുവറ്റി നിർജീവമായ ഒരു മണൽപ്പരപ്പ് ഇടശ്ശേരി മനസ്സിൽ കണ്ടിരുന്നുവോ?